ശബരിമല സങ്കീർണമാണ്. സത്യത്തിൽ ഇപ്പോൾ ശബരിമലയിലെ അഴിമതിക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. സന്നിധാനത്തെ പല കച്ചവടങ്ങളും പൂട്ടിക്കുകയാണ്. ഇപ്പോൾ തന്ത്രിമാരുടെയും പൂജാരിമാരുടെയൊക്കെ നെയ്യ് കച്ചവടമാണ്. നെയ്യ് കച്ചവടം അടക്കം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്ന് പറയാം. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ശബരിമലയിൽ സത്യത്തിൽ ശുദ്ധീകരണ കാലമാണ് എന്ന് പറയാം. ശബരിമലയിൽ മേൽശാന്തിമാരുടെ മുറിയിൽ നടത്തുന്ന നെയ്യ് വിൽപ്പന തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നൽകുന്ന ഒരു സൂചന വലുതാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുവാൻ കോടതിയിലെ അനുമതി തേടിയിരുന്നുവെങ്കിൽ ഇക്കണ്ട ക്രമക്കേടുകളൊന്നും തന്നെ പുറത്തു വരില്ലായിരുന്നു. എന്നാൽ കോടതിയെ അറിയിക്കാതെ നടത്തിയ പ്രവൃത്തി സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചു. 1999 മുതലുള്ള രേഖകൾ ഉടൻ ഹാജരാക്കണമെന്ന ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഇക്കാര്യങ്ങളെ മാറ്റിമറിച്ചത്. ഇപ്പോൾ തന്ത്രിമാരെയും മന്ത്രിമാരെയും മേൽശാന്തിയും ഒക്കെ അലോസരപ്പെടുത്തുന്ന വിധിയുമാണ് വരുന്നത്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ രാജ വിജയരാഘവന്റെ നിയോഗം പക്ഷെ മറ്റൊന്നായിരുന്നു. കൊല്ലം ബാറിലെ പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ വിജയരാഘവൻ വക്കീലിന് മകനെയും തന്റെ വഴിയിലൂടെ നടത്താനായിരുന്നു ആഗ്രഹം. പക്ഷെ അച്ഛന്റെ ആഗ്രഹപ്രകാരം നിയമബിരുദം സ്വന്തമാക്കിയ രാജ വിജയരാഘവൻ പ്രാക്ടീസ് തുടങ്ങിയത് കൊല്ലം കോടതിയിൽ നിന്ന്. ക്രിമിനൽ അഭിഭാഷകൻ എന്നതിനെ പേരെടുത്ത ശേഷമാണ് പ്രാക്ടീസിനായിട്ട് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക്. 2015 ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് ചുമതലയേറ്റു. 2017 സ്ഥിരം ജഡ്ജിയാവുന്നു. പക്വമാർന്ന വിധിന്യായങ്ങൾ മാത്രമല്ല ജസ്റ്റിസ് രാജ വിജയരാഘവനെ ശ്രദ്ധേയനാക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ ഡിജിറ്റലൈസേഷന് ചുക്കാൻ പിടിച്ചത് രാജ വിജയരാഘവനാണ്. സുപ്രീം കോടതിയുടെ ഡിജിറ്റലൈസേഷൻ സമിതിയിൽ അംഗവുമാണ് അദ്ദേഹം. മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിട്ടുള്ള രാജ വിജയരാഘവൻ സുപ്രീം കോടതി ക്രിക്കറ്റ് ടീമിൽ അംഗമാണ്. അപ്പോൾ ഈ തീർത്ഥാടന കാലത്ത് ദേവസ്വം ബെഞ്ച് ഇനിയും സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2012 ഡിസംബർ 1 ജസ്റ്റിസ് KV വിജയകുമാർ ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചതും ഹൈക്കോടതി രജിസ്ട്രാർ വിജിലൻസായി പ്രവർത്തിച്ചതും 2024 ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് KV വിജയകുമാറാണ്, അല്ലെങ്കിൽ KV വിജയകുമാറാണ് ദേവസ്വം ബെഞ്ചിലെ രണ്ടാമൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ വിഷയവുമായിട്ട് ശബരിമലയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വിൽപ്പനയ്ക്ക് പാക്ക് ചെയ്ത് വെച്ച മുഴുവൻ നെയ്യും ദേവസ്വം ബോർഡിനെ തിരികെ ഏൽപ്പിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം വന്നു. തന്ത്രി, മേൽശാന്തി, ഉൾക്കഴകം എന്നിവരുടെയൊക്കെ മുറികളിൽ അഭിഷേകത്തിന് നെയ്യ് വാങ്ങുന്നത് കോടതി നിരോധിച്ചിരിക്കുന്നു. VIP-കളുടെ നെയ്യഭിഷേകമാണ് ഇതിലൂടെ പ്രതിസന്ധിയിലാകുന്നത്. ശബരിമലയിലെ അവതാരങ്ങൾക്ക് ഇനി രക്ഷയില്ലാത്ത കാലമാണ്. സ്വർണ്ണപ്പാളി കേസിൽ അടക്കം കടുത്ത നിലപാട് അത് ദേവസ്വം ബെഞ്ച് എടുത്തേക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ. അങ്ങനെ വന്നാൽ പല വമ്പന്മാരും ഇനിയും കുടുങ്ങും. ശബരിമലയിൽ നെയ്യഭിഷേകത്തിന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ടിക്കറ്റ് കൂടാതെ പലയിടത്തും ശാന്തിമാരും മറ്റും ഭക്തരിൽ നിന്ന് നെയ്യ് വാങ്ങി അഭിഷേകം ചെയ്ത് കൊടുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഇതിന് മറ്റ് പണം അവർ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇതിനാണ് ഇപ്പോൾ ഹൈക്കോടതി തടയുന്നത്. ആടിയതിനു ശേഷമുള്ള നെയ്യ് 100 രൂപയ്ക്ക് മേൽശാന്തിമാരുടെയും മറ്റും മുറികളിൽ വിൽക്കുന്നതിനെ കുറിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആടിയ നെയ്യുടെ വിൽപ്പന ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെയാണ് മേൽശാന്തിമാരുടെയും ഉൾക്കഴകങ്ങളുടെയൊക്കെ മുറികളിൽ വെച്ച് ഈ നെയ്യ് വിറ്റുവരുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പക്കലുണ്ടായിരുന്ന പാക്ക് ചെയ്ത മുഴുവൻ നെയ്യും തിരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലും കോടതി ഇടപെടലുണ്ടായി. തന്ത്രി, മേൽശാന്തി, ഉൾക്കഴകം തുടങ്ങിയവരുടെയൊക്കെ മുറികളിലും മറ്റും ഭക്തരിൽ നിന്ന് നെയ്യഭിഷേകത്തിന് നെയ്യ് വാങ്ങരുത് എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനോട് നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നത് നിരോധിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നെയ്യഭിഷേകം നടത്താൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ചുമതലയ്ക്ക് ഈ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അടക്കം എത്തുന്നത്. ഇപ്പോൾ പല പ്രശ്നങ്ങൾ, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി കോടതിയുടെ അനുമതിയില്ലാത്ത അറ്റകുറ്റപ്പണിക്ക് അയച്ച കാര്യം സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചതോടുകൂടി ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രേഖകൾ പരിശോധിച്ച് കോടതി നടത്തിയ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുന്നത്. ഇപ്പോൾ സത്യത്തിൽ ശബരിമലയിലെ അഴിമതിക്കാർക്ക് അവരിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുകയാണ്. സന്നിധാനത്തെ നെയ്യ് കച്ചവടം ഉൾപ്പെടെ ഹൈക്കോടതി അവസാനിപ്പിച്ചതോടെ, പൂട്ടിച്ചതോടെ ശബരിമലയുടെ തന്ത്രിയുടെയും പൂജാരിമാരുടെയും മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം കച്ചവടം പൂട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം പലരുടെയും ഉറക്കം കെടുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ രാജ വിജയരാഘവനെ പോലുള്ള ജസ്റ്റിസുമാരുടെ വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ നമ്മുടെ ശബരിമല ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിയുമ്പോൾ നവീകരിച്ച് ശുദ്ധികലശം നടത്തിയിരിക്കും, ശുദ്ധീകരിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം.